നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷവും അവിടുന്ന് 6-7 വർഷം ജീവിച്ചിട്ടില്ലേ? എന്നിട്ട് അവിടുന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും, ഈ ബദറിന്റെ യുദ്ധം നടന്ന ദിവസമാണ് സഹാബിമാരെ റമദാൻ 17, അതുകൊണ്ട് നമ്മൾ ആ ദിനമൊന്ന് ആചരിക്കണം. ബദരീങ്ങളുടെ പേരുകളൊക്കെ നമ്മളൊന്ന് കൂടിയിരുന്നോ, അല്ലെങ്കിൽ അല്ലാതെയോ വീടിന്റെ അകത്തിരുന്നോ പള്ളിയിൽ കൂടിയിരുന്നോ ഒക്കെ നമ്മൾ ആ ബദറിൽ പങ്കെടുത്തവരുടെ പേരുകളൊക്കെ ഒന്ന് പാരായണം ചെയ്യണം. എന്നിട്ട് ആ പേരുകൾ മുഖേന നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. എന്നിട്ട് ബദരീങ്ങളുടെ പേരിങ്ങനെ മന്ത്രിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് നമ്മൾ അവരെ വിളിച്ച് സഹായം ചോദിക്കണമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന 6-7 വർഷമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. അള്ളാന്റെ റസൂലിന് എന്തേ ബദരീങ്ങളോട് സ്നേഹല്ലേ? അവിടുന്ന് ബദരീകളുടെ നേതാവല്ലേ? ആ ബദരീങ്ങളെ നിങ്ങൾ ഓർക്കൂ സഹാബിമാരെ. ഇന്ന് മാസം 17 ഇന്ന് നിങ്ങൾ ബദറിന്റെ ബൈത്ത് ചൊല്ലൂ, അവരുടെ പേരുകൾ ഉരുവിടൂ, അവരെ വിളിച്ച് സഹായം തേടിക്കോളൂ, അവർക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിക്കൂ, അവരുടെ പേരിൽ അന്നദാനം നടത്തൂ, അവരുടെ പേരിൽ ഒട്ടകങ്ങളെയും ആടിനെയും അറുക്കൂ എന്ന് അവിടുന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ ഇതാരുടെ സംസ്കാരമാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഈ 4 ഖലീഫമാര് ചെയ്തുവോ? അവരുടെ കാലത്ത് ഇങ്ങനെ ഒരു ആണ്ട് കഴിക്കുന്ന സമ്പ്രദായമുണ്ടോ? ബദരീങ്ങളുടെ പേര് പാടുന്ന സമ്പ്രദായമുണ്ടോ? ഏത് വിഷമം വന്നാലും, ഇന്ന് ഏത് പ്രയാസം വന്നാലും ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാനാണ് സമൂഹത്തോട് പറയുന്നത്. മജ്ലിസുൻ നൂർ എന്ന പേരിൽ പ്രത്യേകം പരിപാടികൾ വരെ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട് വരികയാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മജ്ലിസുൻ നൂർ ചൊല്ലാൻ നേർച്ചയാക്കുക. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തേടുകയാണ്, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് കാവൽ തേടുകയാണ്. ദണ്ണം വഭാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ എന്നിങ്ങനെ ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ അവരുടെ ബർക്കത്ത് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളും ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ ആലോചിക്ക്, അള്ളാന്റെ റസൂലിനോ സഹാബത്തിനോ ഇവർക്കാർക്കും ഇങ്ങനെ ഒരു സമ്പ്രദായം പരിചയമില്ല. സഹാബിമാർക്ക് പരിചയമില്ല, താബീകൾക്ക് പരിചയമില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല. അവരാരും ഇങ്ങനെ റമദാൻ 17 പ്രത്യേകം ഒരു ആണ്ട് കഴിച്ച് അതിന്റെ പേരിൽ അന്നദാനം നടത്തി, അതിന്റെ പേരിൽ മാംസവിതരണം നടത്തി, അതിന്റെ പേരിൽ അവരുടെ മദ്ഹ് എന്ന പേരിൽ കുറെ കെട്ടുകഥകൾ അവരുടെ പേരിൽ പറയുന്ന ഒരു സമ്പ്രദായം മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത കഥയാണ്. എന്നിട്ട് ഇന്ന് അതേ ബദരീങ്ങളെയാണ് ഓരോ വിഷയങ്ങൾക്കും വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ അപ്പുറത്തുള്ള അബൂജഹിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബദറിനിറങ്ങുമ്പോ കഅബത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹിലും അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന ചരിത്രം പറയുന്നുണ്ട്. അബൂജഹിലും അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഅബത്തിന്റെ കില്ല പിടിച്ച് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിനെത്തിയിട്ട് ജനങ്ങളുമായി കണ്ടുമുട്ടി, അഥവാ ബദരീങ്ങളുമായി കണ്ടുമുട്ടിയ വേളയിൽ അബൂജഹിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതാ കുടുംബ ബന്ധം മുറിച്ചിരിക്കുന്നവൻ, ഞങ്ങളുടെ പൂർവീകർക്കൊന്നും പരിചയമില്ലാത്ത പുത്തൻവാദവുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നവനുണ്ട്. നാളത്തെ യുദ്ധക്കളത്തിൽ അവനെ നീ നിന്ദിക്കണേ എന്ന് മഹാനായ റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ട് അബൂജഹിൽ ബദറിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അത് അവനെയാണ് ബാധിച്ചതെന്ന് മാത്രം. റസൂലുള്ളാഹിക്കും വിശ്വാസികൾക്കും എതിരെയാ അവൻ അതൊക്കെ പറഞ്ഞത്. കുടുംബബന്ധം മുറിച്ചവരും നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയവരും പൂർവീകരായ നമ്മുടെ കാക്കകാരണവന്മാർക്ക് പരിചയമില്ലാത്ത പുത്തൻവാദവുമായി കടന്നു വന്നവനെന്നൊക്കെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും അബൂജഹിൽ അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയുമാണ് അവൻ അങ്ങനെ ആരോപിച്ചതെങ്കിൽ നിന്ദിച്ചത് അല്ലാഹു തആല ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവനെയും അവന്റെ അനുയായികളെയുമായിരുന്നു എന്ന് ചരിത്രത്തിലെ പാഠം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ആലോചിക്കണം. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കാത്ത കമ്പനിയായിരുന്നില്ല മുശ്രിക്കുകൾ. അള്ളാഹിനോട് അവർ തേടിയിരുന്നു, അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്തുണ്ട് കാര്യം? അവരോട് ബദരീങ്ങൾ പടവെട്ടീന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹിനോട് പ്രാർത്ഥിച്ച അബൂജഹിലിനോടും അവന്റെ ആളുകളോടും ബദരീങ്ങൾ പടവെട്ടാൻ എന്താ കാരണം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും പ്രാർത്ഥനയും നേർച്ച വഴിപാടുകളുമൊക്കെ അള്ളാഹുവിന്റെ പേരിൽ മാത്രം ഒതുക്കിയപ്പോ അബൂജഹലും അവന്റെ അനുയായികളും മാത്രം ഒഴിവാക്കി അള്ളാഹ്ക്കും കൊടുത്തു, അവരുടെ പിന്നെ പ്രത്യേകമായ ആളുകൾക്കും കൊടുത്തു. അള്ളാഹിനോടും പ്രാർത്ഥിച്ചു, മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചു. അള്ളാഹ്ക്കും നേർച്ച വഴിപാടുകൾ കൊടുത്തു, മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ കൊടുത്തു. ഇങ്ങനെ അവർ അള്ളാഹുവിൽ പങ്കുചേർത്തു. ആ ആളുകളെ കൊണ്ടാണ് ബദറിൽ ഏറ്റുമുട്ടേണ്ടി വന്നത് എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശരിക്കും ബദരീങ്ങളെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്ക്. കക്ഷി വൈരാഗ്യം മാറ്റിവെച്ചുകൊണ്ട്, ഗ്രൂപ്പിസം മാറ്റിവെച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള പകയും വിദ്വേഷവും മനസ്സില്ലെന്ന് മാറ്റിവെച്ച് മരിച്ചു പോകണ്ടേ എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ചു നോക്ക്. നമ്മൾ ഇന്ന് കൊണ്ട് നടക്കുന്ന ആദർശം ബദരീങ്ങളുടേതാണോ?